ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് തിരഞ്ഞെടുത്ത ഒരു തിരുവചനം ആവർത്തന പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം. വല്ല ഊനമോ വിരൂപതയോ ഉള്ള കാളയോ എങ്കിലും ആടിനെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കരുത്, അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാവുന്നു. വല്ല ഊനമോ വിരൂപതയോ ഉള്ള കാളയെ എങ്കിലും ആടിനെ എങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കരുത്, അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാവുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ആവർത്തന പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവത്തിന് നാം സമർപ്പിക്കുന്ന നേർച്ചകൾ, കാഴ്ചകൾ, വഴിപാടുകൾ, യാഗങ്ങൾ, ബലികൾ ഇത് സംബന്ധിച്ചാണ് എഴുതിയിരിക്കുന്നത്. സർവശക്തനായ ദൈവം മനുഷ്യൻ്റെ കരങ്ങളാൽ യാതൊരു ബലികളും സ്വീകരിക്കുന്നില്ല. എങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന വിവിധ വിഷമഘട്ടങ്ങളിൽ ആ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു വരുവാൻ, അതുപോലെ തന്നെ ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി സൂചകമായി ദൈവത്തിന് ദാനങ്ങൾ അർപ്പിക്കുക പതിവാണ്. എന്നാൽ ഇവിടെ നാം വായിച്ചു കേട്ട വചനത്തിൽ ഇങ്ങനെ നാം സ്വമേധയാ ദൈവം നമുക്ക് നൽകിയ നന്മകളിൽ ഒരു ഭാഗം, അതുപോലെ ദൈവത്തിനായി നാം സമർപ്പിക്കുന്ന നേർച്ചകൾ, കാഴ്ചകൾ, വഴിപാടുകൾ ഇത് അർപ്പിക്കുമ്പോൾ നാം കാണിക്കേണ്ട ജാഗ്രതയാണ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഊനമോ വിരൂപതയോ ഉള്ള ഒന്നിനെയും ദൈവത്തിന് അർപ്പിക്കുവാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ഊനമെന്നാൽ എന്തെങ്കിലും കുറവുകളെന്ന് അർത്ഥം. അത് രോഗമാകാം, അഥവാ രോഗം പിടിച്ച പക്ഷികളാകാം, മൃഗങ്ങളാകാം, ഇങ്ങനെ പല കുറവുകൾ. വിരൂപത, രൂപമില്ലാത്തത്. കാണിക്ക വഞ്ചിയിലൊക്കെ ചിലപ്പോൾ വിരൂപതയുള്ളതും ഊനമുള്ളതുമായ നോട്ടുകളും ചില്ലറകളെല്ലാം വരുന്നുണ്ട്. ഇത് ദൈവം വെറുക്കുന്നതാവുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന് നാം അർപ്പിക്കുന്നത് നല്ല മനസ്സോടെ, നിറസന്തോഷത്തോടെ, ഏറ്റവും നല്ലതായിരിക്കണം. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. സർവശക്തനായ ദൈവമാകയാൽ ആ ദൈവത്തിന് ദൈവാലയം വഴി നാം എന്തെങ്കിലും ദാനങ്ങൾ അഥവാ നേർച്ചകൾ, കാഴ്ചകൾ, വഴിപാടുകൾ അർപ്പിച്ചാൽ അത് ഊനമില്ലാത്തതായിരിക്കണം, അഥവാ അതിൽ യാതൊരു കുറവും ഉണ്ടാവാൻ പാടില്ല. വിരൂപത ഇല്ലാത്തതായിരിക്കണം, അഥവാ അതിന് രൂപവും ഭാവവും ഉള്ളതായിരിക്കണമെന്നർത്ഥം. അതിന് മൂല്യമുള്ളതായിരിക്കണമെന്നർത്ഥം. യാതൊരു വിലയുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത കോയിൻസുകളും അതുപോലെ നോട്ടുകളും, വില കുറഞ്ഞ നോട്ടുകളും നാം ദൈവത്തിന് അർപ്പിക്കുമ്പോൾ നാം ദൈവത്തെ തുച്ഛീകരിക്കുകയാണ്, ദൈവത്തെ നിന്ദിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിന് അത് വിരോധമാണ്. അതുകൊണ്ട് ദൈവത്തിന് നൽകുമ്പോൾ ഊനമില്ലാത്ത, അഥവാ ഒരു കുറവുമില്ലാത്ത, മൂല്യമുള്ള, വിരൂപതയില്ലാത്ത, രൂപവും ഭാവവുമുള്ള ഏറ്റവും നല്ലത് നൽകുവാനായിട്ട് നമുക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവം ഇവിടെ പറയുന്നത് പോലെ ഇങ്ങനെയുള്ളത് ദൈവത്തിന് യാഗം കഴിക്കരുത് എന്ന് പറയുമ്പോൾ അതൊരു അരുതാണ്.
അരുതാത്തത് ചെയ്യുന്നത് പാപമാണ്. മാത്രമല്ല അവസാനം ഈ വാക്യത്തിൽ പറഞ്ഞു നിർത്തുന്നത് അത് ദൈവമായ യഹോവയ്ക്ക് വെറുപ്പുമാവുന്നു എന്നുള്ളതാണ്. നാം നമുക്ക് വേണ്ടാത്തത് ദൈവത്തിന് നൽകുമ്പോൾ അത് ദൈവത്തിന് വെറുപ്പാവുന്നു. ഏറ്റവും നല്ലത് ദൈവത്തിന് നൽകി നന്മ പ്രാപിക്കാം. ആമേൻ, ആമേൻ. പോരാട്ടം പോരാടിയോട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടിയോട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി ോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോരേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോരേകൻ മാത്രമല്ല